ഗുഡ് ഈവനിങ്. മാർക്കറ്റിൽ എല്ലാവരും ഒരു പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തുന്നൊരു സ്റ്റേജ് ആയിരിക്കും എനിക്ക് കംപ്ലീറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻഡ് ഞാനൊരു കിങ് മേക്കറാവും ആൻഡ് സംതിങ് എനിക്കൊന്നും റൈറ്റായിട്ട് കിട്ടുന്നുണ്ട്, ഐ വിൽ ബി ദ ഗോഡ് ഓഫ് ദ മാർക്കറ്റ്. ബട്ട് അങ്ങനെ ഒരു റിയാലിറ്റി മാർക്കറ്റിലില്ല. മാർക്കറ്റിൽ ഒരൊറ്റ റൂളുള്ളൂ, ഫൈൻഡിങ് ദ ബെസ്റ്റ് ആൻഡ് വർക്കിംഗ് പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡേറ്റ് 18 മെയ് 2026 പ്രീ മാർക്കറ്റ് അനാലിസിസ്, അതായത് മൺഡേ, അതായത് ഫ്രൈഡേ കഴിഞ്ഞ് 2 days ഹോളിഡേ കഴിഞ്ഞിട്ടുള്ളൊരു അതിന് ശേഷമുള്ള മാർക്കറ്റ് അനാലിസിസ് ആണ്. അപ്പം ഒരുപാട് സൈക്കോളജിക്കൽ പോയിൻറ്റ്സ് ഈ ഒരു അനാലിസിസിൽ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കാം. ഞാൻ എക്സാക്ട്ലി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും റീട്രേസ്മെൻറ്റ് കാര്യങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പം ഞാനിവിടെ ടെക്നിക്കലി പ്ലാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഫ്രൈഡേ നടന്നിട്ടുള്ള കാര്യത്തിന് ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് റേഞ്ചിൽ ഓപ്പൺ ചെയ്തു, സെൽ ഓഫ് കാണിച്ചു, ബട്ട് എന്നാലും ഓപ്പൺ റേഞ്ച് ക്രോസ് ചെയ്യാണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ലാസ്റ്റ് അറ്റംപ്റ്റിൽ റൗണ്ട് നമ്പറിൻ്റെ ബിലോ ക്ലോസ് ചെയ്തു, മാർക്കറ്റ് ഫ്രൈഡേ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രൈഡേന് ശേഷം മാർക്കറ്റിൽ 2 days ഹോളിഡേ വരിക. ഇപ്പോൾ എല്ലാവരും റീറ്റെയിലേഴ്സ് പേടിക്കുന്നൊരു സംഭവം എന്താ, ഈ 2 ദിവസം ഹോളിഡേ വരുമ്പം ഗ്ലോബൽ മാർക്കറ്റിൽ ഓരോരോ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് മൺഡേ വരും. അപ്പോൾ ഒരു പരിധിയിലേറെ റീറ്റെയിലേഴ്സ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ മടിക്കുന്ന, അവർക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ആയി മാത്രമേ അവർ പൊസിഷൻ ഹോൾഡ് ചെയ്യുള്ളൂ. അതായത് അവർക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഫ്രൈഡേ നമുക്ക് നല്ലൊരു രീതിയിൽ ഹോൾഡ് ചെയ്ത് ഒരു ലെവലിൻ്റെ മേലേക്ക് കുഴപ്പമില്ലാണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഫ്രൈഡേ ആണെങ്കിലും മൺഡേയിലോട്ട് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. ബട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരിക്കലും ഹോൾഡ് ചെയ്യില്ല. കാരണം ഫ്രൈഡേ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു, ഈ ഒരു പോയിൻ്റ് വരെ നല്ല രീതിക്ക് പോയതാണ്. ലാസ്റ്റ് ടൈമിൽ മാർക്കറ്റിൽ റിജക്ഷൻ വന്നു. അപ്പോൾ ഒരു പരിധിയിലേറെ ബയ്യർ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യും, ഡെഫിനറ്റ്ലി എക്സിറ്റ് ചെയ്യും. ആൻഡ് രണ്ടാമത്തെ കാര്യം, മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് അടിച്ചു. ഈ റീട്രേസ്മെൻറ്റിൽ 2-3 കാര്യങ്ങളുണ്ട്. ബയ്യർ മാർക്കറ്റിൽ ട്രൈ ചെയ്തേക്കാം ഈ സോൺ എടുക്കുന്നുണ്ട്, ബട്ട് മാർക്കറ്റിൽ ട്രൈ ചെയ്ത് എഗെയിൻ മാർക്കറ്റ് ഫെയിലോട്ട് കൺവേർട്ട് ചെയ്ത്, അതായത് ഈ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ എന്തായാലും റാൻഡം സെല്ലർ ഇവിടെ നിന്ന് കയറാം, അതായത് ഓപ്പൺ റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ടൈപ്പിൽ സെല്ലർ കയറാം. ആൻഡ് ആൾസോ ബയ്യറും കയറിയത് അവർ ട്രാപ്പ് ആവുകയും ചെയ്യും. ആൻഡ് ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തത് കൊണ്ട് മാർക്കറ്റിൽ ഇവിടെയും റാൻഡം സെല്ലർ മാർക്കറ്റിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പം എന്തായാലും ബയ്യർ മാർക്കറ്റിൽ നിന്ന് ടെക്നിക്കലി കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഫ്ലാറ്റ്, ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, ബൈയിങ് സെറ്റപ്പാണ്. ഫെയിലർ ആവുന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഗ്യാപ്പ് ഡൗൺ ആണ്. കാരണം ഹെവി ഗ്യാപ്പ് ഡൗൺ നമുക്കറിയാം ഇവിടെയുള്ള സെല്ലേഴ്സ് പ്രോഫിറ്റബിൾ ആവും. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കണ്ടീഷൻസും മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബൈ ഓർ സെല്ല് രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അത് ഇതിന് ആഫ്റ്റർ ഉള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതേ കണ്ടീഷനാണ് നമുക്ക് എല്ലാത്തിനും വരുന്നത്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടിയത് ഒന്ന് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ, ആൻഡ് നെക്സ്റ്റ് കൺഫർമേഷൻ കിട്ടിയത് സെൻസെക്സിൽ ഈ പറഞ്ഞ പോലെ റൗണ്ട് നമ്പറിൻ്റെ ബിലോ ആണ് മാർക്കറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുള്ളത്, സെല്ലേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പം വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കാണുന്നത് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു മുന്നേ നടന്നിട്ടുള്ള ഹെവി വോളട്ടൈലായിട്ടുള്ള ഈ ഒരു മൊമെൻറ്റം. ഈ മൊമെൻറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റിൽ നമ്മൾ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് വരയ്ക്കുമ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ആ ഒരു ഫിബനാച്ചി റീട്രേസ്മെൻറ്റിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബയ്യർ SL അവൈലബിലിറ്റി വളരെ ലെസറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ പൊസിഷൻ എക്സിറ്റിംഗ് കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എന്തില്ല, ഇനി ഫോളോ ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ കണ്ടിന്യൂ മൊമെൻറ്റം മേലോട്ട് പോകാനായിരിക്കും ചാൻസസ് ആർ ഹൈ. SL അവൈലബിലിറ്റി നമുക്ക് അങ്ങനെ പറയുന്നത്, ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്, മാർക്കറ്റ് സൈക്കോളജി അങ്ങനെ പറയുന്നത്, ഹോളിഡേ കണ്ടീഷന് നമുക്കതാ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നെറ്റ് ഒരേ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ സിമിലറാണ്. ഇപ്പം സെൻസെക്സിനും സെയിം ആണ്, ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, ബൈയിങ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓവർ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ അൺപ്ലാൻഡ് ആണ്. സെയിം കണ്ടീഷനാണ് നിഫ്റ്റിയിലുള്ളത്. ഓക്കെ, സെയിം കണ്ടീഷൻ, ഫ്ലാറ്റ്, ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, ബൈയിങ് സെറ്റപ്പ്. ഹെവി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റിൽ അൺപ്ലാൻഡ് ആണ്. ആ ചാർട്ടിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തെടുക്കും. സോ അതാണ്, വേറെ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ഈ ഒരു കണ്ടീഷൻസ് എല്ലാം നമുക്ക് സിങ്കായി വരുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ സീ യു ഗൈസ് ടുമാറോ. ബൈ ബൈ.